ഹായ് സ്റ്റുഡൻസ്, SLC IT മിഡ് ടേം എക്സാമിലെ CSS ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്പൺ ദ ഫയൽ നെയിംലി library.html given in exam 10 documents folder in text editor and create a web page for the school library as in the model. അപ്പോൾ ഇവിടെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറയുന്നുണ്ട്. ബോഡി H1, H2, H3. അപ്പോൾ ബോഡിയിൽ ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളറ്, അതേപോലെ തന്നെ H1 കളറ് അലൈൻമെൻറ്റ്, അതേപോലെ തന്നെ H2 കളർ അലൈൻമെൻറ്റ്, H3 കളർ അലൈൻമെൻറ്റ്, ഫോണ്ട് ഫാമിലി. സേവ് ദ എഡിറ്റഡ് ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ library.html ആസ് ഫയൽ നെയിം ടു ദ exam 10 products ഫോൾഡർ. ദെൻ ഡിസ്പ്ലേ ദ ഫയൽ ഇൻ എ വെബ് ബ്രൗസർ. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. exam 10 ഡോക്യുമെൻറ്റ്സിൽ നൽകിയിരിക്കുന്ന library.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് മാതൃകയിൽ കാണുന്നത് പോലെ ഒരു വെബ് പേജ് തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. exam 10 ഡോക്യുമെൻറ്റ്സിലുള്ള library.html എന്നുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഹോമിൽ ഇവിടെ exam 10 ഡോക്യുമെൻറ്റ്സിൽ library.html ഇതാണ് ആ ഫയൽ. അത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ സ്റ്റൈൽ ടാഗിനുള്ളിലാണ് നമ്മളിവിടെ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ 92 സ്റ്റൈൽ ടാഗിനുള്ളിൽ ഇങ്ങനെ നമ്മൾ ഓരോ ചേഞ്ചസ്, ഓരോ H1 H2 ചേഞ്ചസ് കൊടുക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അത് നമ്മൾ ആ ഒരു കേളി ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സ്റ്റൈൽ ടാഗിനുള്ളിൽ ബോഡി, അതിലെ കേളി ബ്രാക്കറ്റിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഫോണ്ട് ഫാമിലി എന്ന് കൊടുത്തു, കോളൻ എന്താണ് വേണ്ടത് അത് കൊടുക്കുക, സാൻസ് സെരീഫ് എന്ന് കൊടുക്കുന്നു, ഹൈഫൻ സെരീഫ് എന്ന് കൊടുത്തു, സെമിക്കോളൻ. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്തു. അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അവിടെ കോളൻ, അവിടെ തന്നിരിക്കുന്ന കളർ കോഡ് നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. #F4 സെമിക്കോളൻ. അപ്പോൾ ബോഡിക്കുള്ളിലെ കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് H1 എന്നുള്ള ടാഗിനുള്ളിലാണ്. അവിടെയുള്ള കേളി ബ്രാക്കറ്റിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. അവിടെ കളർന്ന് കൊടുക്കുക, കോളൻ #4 പ്രാവശ്യം F, അതിനുശേഷം 2 0. ഇനി വീണ്ടും അലൈൻ ലെഫ്റ്റ് എന്ന് കൊടുക്കുക, അലൈൻ കോളൻ ലെഫ്റ്റ് സെമിക്കോളൻ. ഇവിടെ ഒരു സെമിക്കോളൻ കൊടുക്കേണ്ടതാണ്, വിട്ടുപോയതാണ്. അവിടെ ഒരു സെമിക്കോളൻ കൊടുക്കണം. ഇനി അടുത്തത് H2, അതിൻ്റെ കേളി ബ്രാക്കറ്റിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. അവിടെയും കളർ കോളൻ #FF5500 എൻ്റർ, അലൈൻ സെൻറ്റർ, സെമിക്കോളൻ കൊടുത്തു. ഇനി അവിടെ അലൈൻ സെൻറ്റർ. അലൈൻ സെൻറ്റർ കൊടുത്തു. ഇനി H3 എന്നുള്ളിടത്ത് കൊടുക്കുന്നു. H3 കേളി ബ്രാക്കറ്റിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഇവിടെ കളർ കോളൻ, ആ കോഡ് കൊടുക്കുന്നു, #5FF സെമിക്കോളൻ കൊടുത്തു. അതിന് ശേഷം അലൈൻ സെൻറ്റർ. നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യണേ അങ്ങനെ ചെയ്യാം. ഇവിടുന്ന് റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തു, ഇവിടെ പേസ്റ്റ് കൊടുക്കാം.
എൻ്റർ ഫോണ്ട് ഫാമിലി എലഗൻറ്റ്. ഇവിടുന്ന് വേണമെങ്കിൽ ഫോണ്ട് ഫാമിലി എന്നുള്ളതും കോപ്പി ചെയ്യാം. ഇവിടെ ഈ ഭാഗത്ത് മാറ്റം വരുത്തുന്നു, എലഗൻ്റ് എന്ന് കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു. ഇത്രയാണ് നമ്മളോട് ചേഞ്ചസ് വരുത്താൻ പറഞ്ഞത്, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് യുവർ രജിസ്റ്റർ നമ്പർ _ ലൈബ്രറി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സേവ് ആസ് എന്നുള്ള ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. സേവ് ആസ് എന്നുള്ളത് എടുത്തു. അവിടെ ഹോം എടുക്കുന്നു, എക്സാം 10 പ്രൊഡക്ട്സ് എടുക്കുന്നു. ഇവിടെ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഹോം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ലൈബ്രറി എന്നുള്ളത് .html സേവ് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് എടുക്കുന്നു. ഇവിടെ ലൈബ്രറി .html എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ തന്നതുപോലെയുള്ളൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ദ ഫയൽ നെയിംലി robotics.html given in the exam 10 documents folder in text editor and create web page for robotics study as in the model. Changes are to be made in the CSS code. Apply dark red color to the subheading. Make the red colored content in the second paragraph blue. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫ് റെഡ് കളറിലാണുള്ളത്, അതിനെ ബ്ലൂ കളർ ആക്കണം. ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ദ ഫോണ്ട് വെയ്റ്റ് ബോൾഡ്. മോഡൽ ഓഫ് ദ വെബ് പേജ് ടു ബി ക്രിയേറ്റഡ് ഈസ് ഗീവൺ ഹിയർ. അപ്പോൾ ഈ ഒരു ഇതുപോലെയാണ് നമ്മൾ വെബ് പേജ് ആക്കി മാറ്റേണ്ടത്. സേവ് ദ എഡിറ്റഡ് ഫയൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ robotics.html ആസ് ഫയൽ നെയിം ടു ദ എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡർ. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ robotics.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് നൽകിയിരിക്കുന്ന മാതൃകയിൽ ഇതുപോലെ റോബോട്ടിക്സ് പഠനവുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് തയ്യാറാക്കുക. നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ റോബോട്ടിക്സ് എന്നുള്ള ഫയൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഫയൽ റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്നു. ഈ തന്നിരിക്കുന്ന ഫയലിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സബ് ഹെഡിങ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ഡാർക്ക് റെഡ് കളർ ടു ദ സബ് ഹെഡിങ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സബ് ഹെഡിങ് എന്നുള്ളത്, അപ്പോൾ ഇവിടെ സബ് ഹെഡിങ്ങിന് ഡാർക്ക് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. സബ് ഹെഡിങ് എന്ന് പറയുന്നത് സം കീ റീസൺസ് എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ H2 സ്റ്റൈൽ ഇവിടെയാണ്, ഇതാണ് നമ്മുടെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. സം കീ റീസൺസ് വൈ ലേണിംഗ് റോബോട്ടിക്സ് എന്നുള്ളത്. ഇവിടെ H2 സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. അവിടെ കളർ ഗ്രീൻ എന്നുള്ളത് നമ്മൾ ഗ്രീൻ എന്നുള്ളത് മാറ്റിയിട്ട് ഡാർക്ക് റെഡ് എന്ന് കൊടുക്കുക. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഡാർക്ക് റെഡ് എന്ന് കൊടുത്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് മേക്ക് ദ റെഡ് കളേർഡ് കണ്ടന്റ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്. അത് കളർ ബ്ലൂ കൊടുക്കണം. അതേപോലെ തന്നെ ഫോണ്ട് വെയ്റ്റ് ബോൾഡ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് സെക്കൻഡ് പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടെ ഇതാണ്. അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾക്കിവിടെ കാണാം, പ്രിപ്പയർസ് ഫോർ ഫ്യൂച്ചർ ജോബ്സ് എന്നുള്ള. അപ്പോൾ ഇത് തൊട്ടിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പി സ്റ്റൈൽ എന്നുള്ളിടത്ത് കളർ റെഡാണ്, അത് ബ്ലൂ ആക്കുക. അതിനുശേഷം സെമി കോളന് ശേഷം ഫോണ്ട് വെയ്റ്റ് കൊടുത്തു, ഹൈഫൻ വെയ്റ്റ് കോളൻ ബോൾഡ്, അതിനുശേഷം സെമി കോളൻ. ഫോണ്ട് വെയ്റ്റ് ബോൾഡ്, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഇത്രയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ്. അതിനുശേഷം ഇത് സേവ് ചെയ്യാൻ പറഞ്ഞത് രജിസ്റ്റർ നമ്പർ _ robotics ആണ്. അപ്പോൾ ഇവിടെ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്തു, സേവ് ആസ് കൊടുക്കുകയാണ്. അവിടെ നമ്മളിവിടെ ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സിൽ ഇതിനെ ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തു, _ robotics വേണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആക്കണമെങ്കിൽ സ്മോൾ ആക്കിയിട്ട് കൊടുക്കാം. robotics.html സേവ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് എടുത്തു. ഇവിടെ റോബോട്ടിക്സ് എന്നുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.